എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് വീട് വാങ്ങാൻ നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് പിടാരം, നമ്മുടെ തച്ചോട്ടോ പിടാരത്ത് നമുക്ക് 2 നില വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് നിൽക്കുന്നത് നമുക്ക് 5.5 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റാണ് വരുന്ന 3 ബെഡ്റൂമോട് കൂടിയൊരു വീടാണ്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ഇവിടുന്ന് തമ്പാനൂർ വരെ 10 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് എയർപോർട്ട് പോകാൻ വേണ്ടി 14 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീടിൻ്റെ ദർശനം വന്നിട്ട് വടക്ക് ദർശനമാണ്. ഡോർ വന്നിട്ട് നമുക്ക് കിഴക്ക് ദർശനത്തിനാണ് ഡോർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വരുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റിക്കകത്തുള്ള എല്ലാ വീട്ടിലും നമുക്ക് ആൾതാമസം വരുന്നുണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് വീടാണ് ഈ കാണുന്ന വീട്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് 3 കാർ വരെ ഇടാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. നമുക്ക് മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ആർട്ടിക്കൽ ഗ്രാഫ്സും വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് വലിയ രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റും വരുന്നുണ്ട്, നമ്മുടെ ഒരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. നമുക്ക് ഈ വീട്ടിൽ വുഡ് ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാവാണ്. ഫ്രണ്ടിൽ നമുക്ക് പ്ലാവാണ് വരുന്നത്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീട്ടിൽ നമുക്ക് CCTVയുടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ സോളാറിൻ്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ സിംഗിൾ ഫേസാണ് നമ്മളെ ലൈൻ കണക്ഷൻ വന്നിട്ട്. നമുക്ക് ഈ വില്ല വരുന്ന നമ്മളെ മെയിൻ റോട്ടിൽ നിന്ന് നമുക്ക് 200 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോട്ടിൽ നിന്ന്, ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഈ വില്ലക്കകത്തോട്ട് വരുന്ന റോഡ് വന്നിട്ട് നമുക്ക് 5 മീറ്ററാണ് നമ്മളെ റോഡ് വന്നിട്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 70 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിൾ ആണ്. നമുക്ക് 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ കാണുന്നതിന് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട് നമുക്ക് വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. നമുക്കിവിടെ ചെറിയ രീതിയിൽ ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തച്ചോട്ടോ പിടാരത്താണ്. നമ്മുടെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 250 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. ഈ വില്ലയ്ക്കകത്ത് ഫുഡ് വേസ്റ്റ് എടുക്കാൻ വേണ്ടി 2 ദിവസത്തെ ഒരിക്കൽ ഫുഡ് വേസ്റ്റ് എടുക്കാൻ ആൾ വരുന്നുണ്ട്. നമുക്ക് ഹരിതസേനയുടെ നമുക്ക് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും നമുക്ക് ഒരാഴ്ചയിൽ തന്നെ ആൾ വരുന്നുണ്ട്. അതിനെല്ലാം തന്നെ ഇവിടെ ആൾ വരുന്നുണ്ട്. പിന്നെ പാല്, പച്ചക്കറി ഇതെല്ലാം തന്നെ നമുക്ക് ഈ വില്ലയ്ക്കകത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ഡോർ വന്നിട്ട്. ഡോറൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊത്തുവർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്ലാവാണ്, അത് ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഹാള് വന്നിട്ട് വലിയൊരു ഹാൾ വരുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഡൈനിങ് സെക്ഷൻ വരുന്നുണ്ട്, വാഷ് ബേസ് കൗണ്ടറും വരുന്നുണ്ട്. ഹാളിൻ്റെ സൈസ് വന്നിട്ട് നമുക്ക് 16x11 ഹാളിൻ്റെ സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് ഫോർ സീലിംഗ് നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഫോർ സീലിംഗ് പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്, സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. അകത്തെ കളറൊക്കെ വന്നിട്ട് നമുക്ക് ലൈറ്റ് കളറാണ് വരുന്നത്. ഹാളിൽ നമുക്ക് ചെറിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫോട്ടോ ഫ്രെയിം വയ്ക്കാനും അതേപോലെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും വരുന്നുണ്ട്. നമുക്കിവിടെ ഡൈനിങ് സെക്ഷനും വരുന്നുണ്ട്, TV യൂണിറ്റും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ്. നമുക്ക് വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. നമുക്ക് ഇത്ര ഇഞ്ച് TV ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. ഇതിൽ നമുക്ക് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് വരുന്നത്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. ഇവിടെ നമുക്ക് 4 പാളിയിൽ ഒരു കബോർഡ് വർക്കും വരുന്നുണ്ട്. നമ്മുടെ TV യൂണിറ്റ് വരുന്ന ഏരിയ വന്നിട്ട് നമുക്ക് 13x14 നമ്മുടെ TV യൂണിറ്റിൻ്റെ ഏരിയ വന്നിട്ട്. നമുക്കിവിടെ വാഷ് ബേസ് കൗണ്ടറും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ് ബേസ് കൗണ്ടർ വന്നിട്ട്. നമുക്കിവിടെ ഫിറ്റിങ്സിന് ഉപയോഗിച്ചിരിക്കുന്ന സെറയാണ്. നമ്മളിവിടെ ചെറിയ രീതിയിൽ കബോർഡ് വർക്കും വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 1 ബെഡ്റൂമാണ് വരുന്നത്. സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് 2 ബെഡ്റൂം വരുന്നത്. നമുക്കിവിടെ വലിയൊരു കിച്ചണും വരുന്നുണ്ട്. നമുക്കിവിടെ നമ്മുടെ ഹാളിൽ നമുക്ക് ചെറിയ രീതിയിൽ പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട് കബോർഡ് വർക്ക് ചെയ്തിട്ട്. ഇതിൽ നമുക്ക് ഫ്ലവറും കാര്യങ്ങളും ആഡ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ടെയിൽ വന്നിട്ട് 4x2 ടെയിലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. നമ്മുടെ 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. നമ്മുടെ കബോർഡ് വർക്ക് വെച്ചിരിക്കുന്ന ബൂട്ടാൻ ബോർഡിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് 2 പാളിയുടെ കബോർഡ് വർക്കാണ് വരുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഫിറ്റിങ്സിന് ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. നമുക്ക് വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. നമുക്ക് പൈപ്പും കാര്യങ്ങളെല്ലാം വന്നിട്ട് ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. നമുക്ക് അകത്തെ ഡോർ വന്നിട്ട് നമുക്ക് പ്ലാവാണ്. ഇത് നമുക്ക് ക്ലിയർ പോളിഷ്. നമ്മൾ അകത്തെ ഡോറെല്ലാം നമുക്ക് പ്ലാവാണ്. അത് ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ വന്നിട്ട്. വലിയൊരു കിച്ചണാണ് വരുന്നത്. നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. നമുക്ക് കിച്ചണോട് ചേർന്ന് ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് ബാക്കിൽ വരുന്നുണ്ട്. കിച്ചന്റെ ഏരിയ വന്നിട്ട് നമുക്ക് 13x11 നമ്മുടെ കിച്ചന്റെ ഏരിയ വന്നിട്ട്. നല്ല സ്റ്റാൻഡേർഡുള്ള ടൈലാണ് നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല ഗ്രിപ്പ് വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം നമുക്ക് മൾട്ടി വുഡാണ് നമ്മുടെ കബോർഡ് വർക്കിന് കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചണിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്ക് റാക്കിൻ്റെ മുകളിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിൽ ഫിറ്റിങ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. നമുക്കിവിടെ വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന V ഗാർഡാണ്. നമ്മുടെ സ്വിച്ചൊക്കെ വന്നിട്ട് ലീ ഗാർഡിൻ്റെ സ്വിച്ചാണ് വരുന്നത്.
നമ്മുടെ കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡിൽ നമുക്ക് വർക്ക് ചെയ്യാനൊക്കെയുള്ള സ്പേസ് വരുന്നുണ്ട്. നമുക്ക് വീട് ചെയ്തിരിക്കുന്ന എല്ലാം വാസ്തുപ്രകാരം നോക്കിയിട്ടാണ് നമ്മുടെ വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേസ്റ്റ് കുഴി നമുക്ക് ബാക്ക് സൈഡിലാണ് വരുന്നത്. നമുക്ക് ഡ്രെയിനേജിൻ്റെത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് മാറ്റിയാണ്, നമുക്കത് വാസ്തു നോക്കിയിട്ടാണ് നമ്മൾ ഡ്രെയിനേജിൻ്റെ കുഴി ചെയ്തിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ 3 ചുറ്റും നമുക്ക് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. നമുക്കിവിടെ ചെറിയൊരു സ്റ്റോർ റൂമൊക്കെ എടുക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയറിൽ നമുക്ക് പ്രൊഫൈലായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന വുഡിലാണ്, ഫുൾ വുഡിലാണ് നമുക്ക് ഹാൻഡിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് മഹാഗണിയാണ്. ഇത് നമുക്ക് ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ പർഹോളയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഹാൾ വന്നിട്ട്, സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട് നമുക്ക് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഫോർ സീലിങ്ങും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്, 2 നമുക്ക് അറ്റാച്ച്ഡാണ്. ഈ കാണുന്നതാണ് സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട് നമുക്ക് വലിയൊരു ഹാളാണ് വരുന്നത്. നമുക്ക് ഹാളിലാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത്. നമ്മുടെ ടെറസിലോട്ട് പോകുന്ന ഡോർ വന്നിട്ട് നമുക്ക് സൈഡിലാണ് വരുന്നത്. ഈ ഹാളിൽ നമുക്ക് ഈ കാണുന്ന സ്പേസ് നമുക്ക് സ്റ്റഡിങ് റൂമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വന്നിട്ട്. ഹാളിൽ നിന്ന് വരുന്നത് നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം വന്നിട്ട് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 16x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 പാളിയിലെ കബോർഡ് വർക്കാണ് വരുന്നത്. നമ്മുടെ താഴെ കണ്ട ഫസ്റ്റ് ബെഡ്റൂമിൽ കണ്ട അതേ മെത്തേഡിലാണ് ഇവിടെയും കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ ഫോർ സീലിംഗ് ചെയ്തിട്ടില്ല, നമുക്കാണെങ്കിൽ സ്പോട്ട് ലൈറ്റാണ് ചെയ്തിട്ടുള്ളത്. അകത്തെ കളറൊക്കെ വന്നിട്ട് നമുക്ക് നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. അടുത്ത് വരുന്നത് നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. നമുക്ക് ഇവിടുത്തെ ഡോറെല്ലാം നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ള പ്ലാവാണ് വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 15x13 നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയ കബോർഡ് വർക്കും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സീലിംഗിൽ നമുക്ക് സ്പോട്ട് ലൈറ്റാണ് വരുന്നത്. നമുക്ക് വീട്ടിൽ നമുക്ക് വലിയ ബെഡ്റൂം നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായൊരു വീടാണ്. അതുപോലെ തന്നെ നമുക്ക് 5.5 സെൻറ്റിലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 3 കാർ വരെ ഇടാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. നമുക്ക് വീട്ടിൻ്റെ 3 ചുറ്റും നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 പാളിയുടെ കബോർഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. വാഷ്റൂമൊക്കെ അത്യാവശ്യം വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് ബാൽക്കണിയാണ്. ഈ കാണുന്നതാണ് ബാൽക്കണി വന്നിട്ട് വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. ഇവിടെ നമുക്ക് സീലിംഗിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന വില്ലയ്ക്കകത്തുള്ള എല്ലാ വീട്ടിലും നമുക്ക് ആൾതാമസവും വരുന്നുണ്ട്. മെയിൻ റോഡിൽ നിന്ന് ഒരു 250 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത്. വീട് നിൽക്കുന്ന മലബാർ ഫ്ലാറ്റിൻ്റെയും അടുത്തായിട്ടാണ് വരുന്നത്. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ട്. ഈ വീട് നിൽക്കുന്നത് നമുക്ക് 5.5 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. 3 ബെഡ്റൂമാണ് വരുന്നത്. 3 നമുക്ക് വലിയ ബെഡ്റൂമാണ് വരുന്നത്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ഈ വീട് ചെയ്യിക്കുന്നത് വാസ്തുപ്രകാരമാണ് വീട് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ദർശനം വന്നിട്ട് വടക്ക് ദർശനമാണ്. നമ്മളെ ഡോറിൻ്റെ ദർശനം വന്നിട്ട് കിഴക്ക് ദർശനമാണ്. ഈ വീട്ടിൽ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് 3 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. ഈ വീട് നിൽക്കുന്ന നമുക്ക് വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തമ്പാനൂർ പോകാൻ 10 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. എയർപോർട്ട് പോകാൻ 14 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 70 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തച്ചോട്ടവ് പിടാരത്താണ് വീട് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തിരുമല വരെ പോകാൻ വേണ്ടി 4 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് 2 സ്കൂൾ വരുന്നുണ്ട്, പമ്പ് വരുന്നുണ്ട്, മാർജിൻ ഫ്രീ വരുന്നുണ്ട്, മാർക്കറ്റ് വരുന്നുണ്ട്, ഹോസ്പിറ്റൽ 3 വരുന്നുണ്ട്. ഈ വീട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. ഈ വീടിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അടുത്ത എന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് ആണ്. അതുവരെ എല്ലാവർക്കും ബൈ.